അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് പറയുന്നത്. എന്നാൽ പല കുടുംബങ്ങൾ അകലാനും പല ത്വലാഖുകൾ സംഭവിക്കാനും കാരണമാകുന്നതും മനുഷ്യൻ്റെ സംസാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻഹു ഗദൻ. നീ ഇന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ നാളെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംസാരം നീ സംസാരിക്കരുത്. അഥവാ നല്ല വാക്കുകൾ സംസാരിക്കുക. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഒരു എല്ല് മുറിഞ്ഞു പോയാൽ അത് നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് മാറും. നമ്മുടെ ശരീരത്തിൽ വലിയ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങും. എന്നാൽ നമ്മുടെ സഹോദരൻ്റെ ഹൃദയത്തിൽ നമ്മളുണ്ടാക്കിയ മുറിവ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അത് ഉണങ്ങാതെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും നല്ല വാക്കുകൾ സംസാരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്, ഖിയാമത്ത് നാളിലെ ഒരാൾ വരും. അദ്ദേഹം മലയോളം സൽക്കർമ്മങ്ങളായിട്ട് ഖിയാമത്ത് നാളിലൊരു വ്യക്തി വരും. ആ സൽക്കർമ്മങ്ങൾ മുഴുവൻ നാവുകൊണ്ട് അതില്ലാതായി പോകുന്ന ഒരവസ്ഥ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ബന്ധനം ആവശ്യമുള്ള ഒരു അവയവം അത് നമ്മുടെ നാവാണ്. അപ്പോൾ നാവിനെ നമ്മൾ സൂക്ഷിക്കുക, നല്ല വാക്കുകൾ സംസാരിക്കുക. ഈ റമദാൻ അതിനെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.